കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഭക്തജനങ്ങൾക്ക് എളുപ്പത്തിൽ തൊഴാനായിട്ട്, അതായത് ഒരുപാട് മണിക്കൂർ ക്യൂ നിൽക്കാണ്ട് ആ സമയത്തിന് തന്നെ വന്നിട്ട് ക്യൂവിൽ കയറിയിട്ട് തൊഴാനായിട്ടാണ് ഫേസ് ആപ്പ് എന്ന സംവിധാനം ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. ഇപ്രകാരമുള്ള മുഖം തിരിച്ചറിയൽ, അതായത് ഫേസ് ആപ്പ് സംവിധാനത്തിൻ്റെ പ്രവർത്തന രീതി പ്രകാരമാണ് ക്ഷേത്ര നടയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 12 കൗണ്ടറുകൾ സ്ഥാപിക്കും. 12 കൗണ്ടറുകളിൽ സ്കാനർ ഉണ്ടായിരിക്കും. നാം ആ സ്കാനറിൽ മുഖം കാണിച്ചാൽ ഓരോരുത്തർക്കും തിരിച്ചറിയാവുന്ന വിധത്തിൽ ഫോട്ടോ പതിച്ച ടോക്കൺ ആ കൗണ്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ ടോക്കണിൽ എന്താ ഉണ്ടാവുക നോക്കാം. ഈ ടോക്കണിൽ ഓരോ ഭക്തനും ദർശനത്തിനായിട്ട് എത്തേണ്ട കൃത്യമായ സമയം അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ആ സമയം വരെ ഭക്തർക്ക് വരി നിൽക്കാതെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ വിശ്രമിക്കുകയോ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അങ്ങനെ നമുക്ക് ബാക്കിയുള്ള സമയം ഉപയോഗിക്കാവുന്നതാണ്. ആ കൂപ്പണിലുള്ള, അതായത് ആ ടോക്കണിലുള്ള ആ ദർശന സമയത്തിന് മാത്രം വന്നോട്ട ക്യൂവിൽ കയറാം. ഇനി ആ ടോക്കൺ പ്രകാരമുള്ള ക്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാത്തിരിപ്പ് കേന്ദ്രത്തെ 12 കമ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് തിരിക്കുക. ഉദാഹരണത്തിന് 1 മുതൽ 200 വരെയുള്ള ടോക്കണുകൾക്ക് ഒരു ഭാഗം അപ്രകാരമാണ്. ഓരോ കമ്പാർട്ട്മെൻറ്റിലുമുള്ള സ്ക്രീനുകളിൽ ടോക്കൺ നമ്പർ തെളിയുന്ന മുറയ്ക്ക് നമുക്ക് ദർശനത്തിനായിട്ട് പ്രവേശിച്ചാൽ മതിയാകും. അതായത് നമുക്ക് ഒരു 11 മണിക്കാണ് ദർശന സമയം ടോക്കണിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് 11 ആവാൻ ഒരു 10 മിനിറ്റ് ഉള്ളപ്പോഴും അവിടെ വന്ന് നിന്നാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ആ സ്ക്രീനിലോട്ട് നോക്കാം. അതായത് നമ്മുടെ ബാങ്കുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ക്യാഷ് അടയ്ക്കാനൊക്കെ ആയിട്ട് ടോക്കൺ തരുമല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണല്ലോ ആ ടോക്കൺ വരുമ്പോൾ കൗണ്ടറിലോട്ട് നീങ്ങുന്നത്. അതേപോലത്തെ ഒരു സിസ്റ്റം ആയിരിക്കാനാണ് സാധ്യത. അപ്രകാരം ഒരു 10:50 നാം അവിടെ വന്ന് നിന്നതിന് ശേഷം സ്ക്രീനിൽ നോക്കുക. നമ്മുടെ ടോക്കൺ നമ്പർ തെളിയുമ്പോഴേക്കും ആ ക്യൂവിലോട്ട് കയറിയാൽ മതിയാവും. അന്നേരം നമുക്ക് ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല. അതായത് ഈ കൂപ്പൺ സിസ്റ്റത്തിൻ്റെ, അതായത് ഫേസ് ആപ്പിൻ്റെ ലക്ഷ്യം എന്താണെന്നാൽ മണിക്കൂറുകളോളം വരി നിന്ന് ഭക്തർ തളരുന്നത് ഒഴിവാക്കാനും ഒപ്പം തിരക്കുള്ള സമയങ്ങളിൽ ദർശനം കൂടുതൽ സുരക്ഷിതവും സുഗമവും ആക്കാനുമാണ് ഈ പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. ഇപ്രകാരമുള്ള സിസ്റ്റം ദിവസം നിർമ്മിക്കാനിരിക്കുന്ന സ്ഥിരം ക്യൂ കോംപ്ലക്സ് നിലവിൽ വരുന്നത് വരെയായിരിക്കും ഈ താൽക്കാലിക ഡിജിറ്റൽ സംവിധാനം തുടരുക, ഈ ഫേസ് ആപ്പ് തുടരുക. ഈ ഫേസ് ആപ്പ് സംവിധാനം 2026 ഗുരുവായൂർ ഉത്സവത്തിന് ശേഷം ഉടൻ തന്നെ നടപ്പിലാക്കാനാണ് ദേവസ്വം ഉദ്ദേശിക്കുന്നത്. ഓർക്കുക, ഈ ഫേസ് ആപ്പ് സംവിധാനം ഒരു സ്ഥിരം ക്യൂ കോംപ്ലക്സ് വരുന്നത് വരെയുള്ള ഒരു താൽക്കാലിക ക്രമീകരണമാണ്. ഇപ്രാവശ്യത്തെ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 9 വരെയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം. ഇവർക്കും ഇത്തവണത്തെ ഗുരുവായൂർ അമ്പലത്തിലെ നമ്മുടെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.